പോലെ പേരാമ്പ്രയുള്ള ഒരു BRC ഉള്ള അത് ആരെ പഠിപ്പിക്കുന്ന ടീച്ചറാ? അത് മെൻ്റലി ഡിസബിൾ ആയിട്ടുള്ള മനുഷ്യജന്മത്തെ ഏറ്റവും മനുഷ്യത്വമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റൂ. അവരെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ ടീച്ചറെ കുറിച്ച് വല്ലതും അറിയോ? ടീച്ചർ ഒരു 5-8 മാസം മുമ്പേ റോഡുമേൽ വീണപ്പോൾ നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ആ ടീച്ചറെ ചികിത്സിച്ചത്. ആ ടീച്ചറാണ് കഴിഞ്ഞ മാസം ഏറ്റവും ആരും കാണാത്ത, പ്രദേശത്ത് കാണാത്ത ഏറ്റവും വലിയ വാഹനം വാങ്ങിയത്. ആ പിരിവെടുത്തവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇനിയുള്ള കാലം ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരു സംഘടനയുടെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒന്നും വിഷയമല്ല. ഓരോ മനുഷ്യൻ്റെയും വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന അത്രയേറെ ഗതികെട്ട നെറികെട്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് എന്നുള്ള ബോധം അത് മാത്രം മതി. പോലീസ് ആരെയും എല്ലാം കെട്ടിമുറുക്കി അതിൻ്റെ അവസാനഘട്ട പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിൽ പോലീസ് തോറ്റുപോയാൽ ഈ നാട്ടിലുള്ള എല്ലാ കുടുംബവും മനുഷ്യന്മാരും നശിച്ചു പോകുമെന്നുള്ള ആശങ്ക പോലീസിനുണ്ട്. പോലീസും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നിങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് കസേലയിൽ ഇരിക്കുമ്പോഴും ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരമ്മയ്ക്കും ഒരച്ഛനും ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പേടിയായിരിക്കുമെന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. എൻ്റെ വീട്ടിൽ ഇതൊന്നും ഇല്ല എന്നുള്ള ധൈര്യത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ, എൻ്റെ വീട്ടിലില്ല, എൻ്റെ നാട്ടിലില്ല, എൻ്റെ തറവാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വീമ്പിളക്കുന്ന കുറേ മനുഷ്യന്മാർ. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. എന്ത് പറയുമ്പോൾ എങ്ങോട്ടില്ല, എൻ്റെ അച്ഛൻ എൻ്റെ അച്ചാച്ചൻ ഓരോന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാ പറയുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ അച്ചാച്ചനും അമ്മമ്മയും ഒന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് ഈ ബോധവൽക്കരണത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ആരെയാണെന്നറിയോ? നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയാണ്. ഈ 4 വയസ്സ് മുതൽ 19 വയസ്സുള്ള കേരളത്തിൻ്റെ ആരാധനായ DGP ശ്രീ റവദ ചന്ദ്രശേഖർ IPS ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ് ഇന്ത്യയിൽ കേരളത്തിൻ്റെ DGP ആയി അദ്ദേഹം വന്നത്. അദ്ദേഹം വന്ന ഉടനെ കേരളത്തിലെ രക്ഷാകർത്താക്കളോട് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ടായിരുന്നു. ആരെങ്കിലും കേട്ടോന്ന് ഞാൻ അറിയില്ല. കേരളത്തിൽ ഡ്രഗ് ടെററിസം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു, ലഹരിയിലൂടെ ഭീകരവാദം നടക്കുന്നുണ്ട് കേരളത്തിൽ. എല്ലാ രക്ഷാകർത്താക്കളും 4 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങളാണ് അവരുടെ ഇരകൾ. അപ്പോൾ 4 വയസ്സ് മുതൽ 19 വയസ്സുള്ള കുട്ടികൾ ഈ ലഹരി മാഫിയ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും വിചാരിക്കുന്നത് എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാവില്ല, ആ മാഫിയക്ക് എൻ്റെ മോനെ കിട്ടൂല. ഇങ്ങനെ തന്നെയായിരുന്നു കൊറോണ വന്നപ്പോഴും നമ്മൾ പറഞ്ഞത്. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന ഏതോ ഒരു നാട്ടിൽ കൊറോണ വന്നപ്പോൾ ഈ പയ്യോളിയുള്ള മനുഷ്യന്മാർ പറഞ്ഞതെന്ന് പറയാം, അന്ന് ഞാൻ പയ്യോളി ജോലി ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരൂലത്, ചൈനക്ക് കിട്ടണം. അത് ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കിയ ചൈനക്ക് കിട്ടേണ്ട സാധനമാണ് വൈറസ്. കാരണം എന്താണെന്ന് പറയുമോ, തൊടുമ്പം അത് പകരും പോലും മരിക്കും പോലും. പിന്നീട് നമ്മൾ കണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഇത് കണ്ടപ്പോൾ നിങ്ങൾ പറയാം ഡൽഹിക്ക് കിട്ടണം. ഇത് ഡൽഹിയിൽ പുക ശല്യമായിട്ട് അവിടുത്തെ നാട്ടുകാർമ്മൊക്കെ തന്നെ ശല്യമാണ്, അതുകൊണ്ട് ഓലിക്കും കിട്ടണം. 14-ാമത്തെ ദിവസം എറണാകുളത്ത് കൊറോണ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, എറണാകുളത്തുകാരോട് നമുക്ക് കുറച്ച് കുശുമ്പുണ്ടല്ലോ, കുറച്ച് നല്ല മെട്രോ എല്ലാം ഉണ്ടല്ലോ അവിടെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കിട്ടണം ഓലിക്കും. പക്ഷേ 21-ാമത്തെ ദിവസം പയ്യോളിയുള്ള റോഡുകൾ ഒന്നൊന്നൊന്നായി അടക്കുമ്പോഴാണ് എൻ്റെ മുമ്പിലുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലായത് ചൈനയിലെ വുഹാനിൽ കണ്ട ആ ഭീകരജീവി എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന്. ശരിയല്ലേ? നിങ്ങളും ഞങ്ങളും ഒക്കെ ഒന്നിച്ച് പോരാടിയില്ലേ? കൊറോണ അതിജീവിച്ചില്ലേ? നമ്മൾ വിചാരിച്ച് മനുഷ്യന്മാർ നന്നാവുന്ന. പക്ഷെ ആ കൊറോണയോടുകൂടി കേരളത്തിൽ വന്ന ഭീകര രാക്ഷസനാണ് ഈ രാക്ഷസ ലഹരി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ വീട്ടിൽ ഇതില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ ഒരു കാര്യം ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതേ രീതിയിൽ ഈ രാസലഹരി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടി ഉണ്ടാവില്ല കേട്ടോ. കോൺഗ്രസും ഉണ്ടാവില്ല, മുസ്ലിം ലീഗ് ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല, CPM ഉണ്ടാവില്ല. ഹിന്ദു ഇല്ല, മുസ്ലിം തീരെ ഇല്ല, ക്രിസ്ത്യൻസ് ഇല്ല. ഇവിടെ ഒരൊറ്റ മതം, ഒരൊറ്റ രാഷ്ട്രീയം, ഒരൊറ്റ സംഘടന, അത് രാസലഹരി സംഘടനയായിരിക്കും. കൊളംബിയയിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ അത്തരമൊരു ഭീകര ലോകത്ത് നിങ്ങളും ഞാനും ഈ ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ ജീവിച്ചിരിക്കുന്നത്? അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. ആരാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന്, ആരാണ് ലഹരി വിൽക്കുന്നതെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കെട്ടകാലം. അതാണ് പോലീസുകാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പോലീസുകാർക്ക് രാത്രി ഡ്യൂട്ടി ചെയ്യാൻ പേടിയാണ് കേട്ടോ.
ആരാ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് വലിയ ബോധവൽക്കരണത്തിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നോളം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ സാധനം നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടോ നിങ്ങൾ ഇന്ന് മുതൽ പരിശോധിക്കണം. നിങ്ങളിതുവരെ പരിശോധിച്ചിട്ടുണ്ടോ? കാരണം എന്താ, നിങ്ങൾക്ക് പരിശോധനയ്ക്കാൻ പേടിയില്ലാത്ത എന്താ അറിയോ? നിങ്ങളുടെ വിചാരം കള്ളു കുടിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന മനുഷ്യന്മാരെ പോലെ തന്നെ ഇത് എന്നാ. കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമോ? എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ മുണ്ടൊന്നുമില്ല. എന്നാ പറ, എങ്ങനെയാണ് മനസ്സിലാവും ഒരു കള്ളുകൂടിയനാ? യെസ്, മണക്കും. ഐശ്വര്യം എല്ലാം അറിയാം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ കള്ളുകൂടിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കള്ളു കുടിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ മണക്കും. യെസ്, പിന്നെ എന്താവും? ആടും. വെരി ഗുഡ്, ആടണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പോൾ സ്വാഭാവികമായിട്ടും കള്ളു കുടിക്കുന്ന മനുഷ്യൻ ആടും. അപ്പോൾ നമുക്ക് പറയാം കള്ളുകൂടിയനാണ് വരുന്നത്, സൂക്ഷിച്ച് നിൽക്കണം, മാറി നിൽക്കണം അല്ലേ? ശരീരം കള്ളു കുടിക്കുന്നവൻ ആടുന്നുണ്ടെങ്കിൽ ഓർപ്പിച്ചോ മനുഷ്യൻ തന്നെയാണ്. കാരണം എന്താ പറയുക, മനുഷ്യൻ ആരോഗ്യമുള്ള മനുഷ്യന് മാത്രമേ കള്ളു കുടിക്കുമ്പോൾ ആടുവാൻ പറ്റൂ. കള്ളു കുടിക്കുമ്പോൾ ശരീരം നൽകുന്ന സൂചനയാണ് ആട്ടം. കള്ളിങ്ങനെ ജാസ്തിയാകുമ്പോൾ സ്ഥലത്തോറിലൊരു സെറിബെല്ലം എന്ന് പറഞ്ഞ സാധനമുണ്ട്. സെറിബെല്ലം പറയും മണ്ടാരക്കാല നിർത്തിക്കൊള്ളി, ഇപ്പോൾ ആടും ഇഞ്ഞി എന്ന് പറയുമ്പോൾ അത് കണക്ക് കൂട്ടാതെ വീണ്ടും ചങ്ങായി ഇത് കുടിക്കുമ്പോൾ ഇല്ലേ ബെല്ലാടും. ബെല്ലാടുമ്പോൾ മനുഷ്യനാണ്. അപ്പം നമുക്കറിയാം ഓൻ ആടുന്നുണ്ട്, ഓൻ്റെ കൂടെ പോരും. സിഗരറ്റ് വലിക്കുന്ന പോലെ കാണാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സിഗരറ്റ് വലിക്കുന്നവനെ മണക്കും, അല്ലെങ്കിൽ പുക ഇങ്ങനെ മൂക്ക് കൂടിയും വെയിലോ കൂടിയല്ലോ പുക ഇങ്ങനെ വരും അല്ലേ? സ്വാഭാവികമായിട്ടും ശ്വാസകോശ സ്പോഞ്ച് എന്ന് പറഞ്ഞ നമ്മളില്ലേ ഈ ചുമക്കുന്ന അല്ലെങ്കിൽ പുകക്കുന്ന ചങ്ങായി ചുമക്കും എന്ന് പറഞ്ഞ് ചുമക്കുന്നുണ്ടെങ്കിൽ ഓൻ്റെ ശ്വാസകോശ സ്പോഞ്ചായി എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ബബിൾഗം തിന്നുന്ന ഒരുത്തനെയും മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആട് ചമക്കുന്ന പോലെ എങ്ങനെ ചമക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവൻ ബബിൾഗം തിന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബോധമുണ്ട്. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ഈ രാസലഹരി എന്ന് എല്ലാവരും പേടിപ്പിച്ച് നിങ്ങളാ. ഈ സാധനം എന്താ ഇത്? ഈ കേരളത്തിൽ എല്ലായിടത്തും ഇതുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾ നോക്കിയോ? ഇത് ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മനുഷ്യനെ ബലിയാടാക്കുകയാണ്, അല്ലാണ്ട് ഉപയോഗിക്കുന്നതല്ല. ഇപ്പോൾ കള്ള് കുടിക്കണമെങ്കിൽ ഞാൻ തന്നെ കുടിക്കണം. നിങ്ങൾ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ തൊണ്ടയിൽ കൂടി ഇതിനങ്ങോട്ട് ഇറക്കിയാൽ മാത്രമേ എനിക്ക് ചൂടാവുള്ളൂ. ശരിയാണോ? സിഗരറ്റ് വലിക്കണമെങ്കിൽ ഞാൻ തന്നെ വലിച്ച് ഉള്ളിലേക്ക് വലിച്ചൂതണം അല്ലേ? എന്നാലല്ലേ സിഗരറ്റ് വലിച്ച പോലെയാവുള്ളൂ. പക്ഷേ ഈ രാസലഹരി അങ്ങനെയല്ല. ഒരു മനുഷ്യൻ അറിയാതെ ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയുടെ പേരാണ് രാസലഹരി. അതതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ അറിയണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോളി. അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റാണ് കേരളത്തിൽ കാണുന്നതെന്ന്. കേരളത്തിൽ കാണുന്ന എല്ലാ മർഡറും ശ്രദ്ധിച്ചു നോക്ക്. കൊലപാതകങ്ങളെല്ലാം ക്രൂര കൊലപാതകങ്ങളാണ്. ചെറിയ കൊലപാതകമൊന്നുമില്ല. അറുത്ത് മുറിക്കുക, 150 കൊത്തുക അല്ലേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 1.5 വയസ്സുള്ള ഒരു മകൻ മരിച്ചുപോയി. നിങ്ങളാരെങ്കിലും വായിച്ചോ അത്? ആ മകൻ എങ്ങനെയാണ് മരിച്ചത്? ഓൻ്റെ അച്ഛൻ ഓൻ്റെ കൈ രണ്ടും പിടിച്ച് തിരിച്ചങ്ങ് പൊട്ടിച്ചഴിഞ്ഞ് 3 ആഴ്ചക്കാലം ആ കുട്ടിയെ ഡോക്ടറെ കാണിക്കാതെ തൂങ്ങിയാടിയ കൈയുമായി ആ 1.5 വയസ്സുകാരൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ അത് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ചങ്ങായിനെ കൈയും കാലും ഒടിച്ചിട്ടിട്ട് ഇങ്ങനെ വളർത്തുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവസാനം ആ ചെക്കൻ മരിച്ചു പോയപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയോ നിങ്ങൾ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ജനനേന്ദ്രിയത്തിൽ 54 മുറിവാണ് ഈ അച്ഛൻ വരുത്തി വെച്ചത്. അതായത് മത്തി വറക്കാൻ വേണ്ടി മുറിച്ചതുപോലെ ചെക്കൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു വെച്ചിരിക്കുന്ന അച്ഛൻ. 94 മുറിവുകൾ ആ ചെറിയ കുട്ടിയുടെ ശരീരത്ത്. ഒരു സാധാ തലച്ചോറുള്ളൊരു അച്ഛന് ഇങ്ങനെ ഒരു മകനോട് ക്രൂരത ചെയ്യാൻ പറ്റുമോ? 4 വയസ്സുള്ള ആര്യ എന്ന് പറയുന്ന കുട്ടി അച്ഛൻ ചിരിപ്പിച്ചപ്പോൾ കൈമുട്ടിയപ്പോൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ചുമലിൽ കിടക്കുന്ന ആര്യയെ തല അറുത്തു കൊന്നിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛന് മകൾ ചിരിക്കാത്തതിൻ്റെ പേരിൽ തല അറുത്തു കൊല്ലാൻ പറ്റുമോ? കോഴിക്കോട് സരോവരം പാർക്കിൽ 18 വയസ്സുകാർ 5-6 പേർ ഒന്നിച്ചിരിക്കുമ്പോൾ ഏതോ ഒരു വാദഗതിയുടെ പേരിൽ തെറ്റിയപ്പോൾ ഈ ഒന്നിച്ചിരുന്ന 5 ആളുകളും കൂടി 6ാമത്തെ ചങ്ങാതിയെ ചളിയിൽ ചവിട്ടി താഴ്ത്തിയില്ലേ? ആ ചെക്കൻ്റെ വീട്ടിൽ എത്ര പ്രാവശ്യം ഈ കുട്ടികൾ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്? എത്ര ദിവസം താമസിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് ഈ 5 ചങ്ക് ബ്രോസിന് മറ്റേ ചങ്ക് ബ്രോനെ കൊല്ലാൻ കഴിഞ്ഞത്? അവസാനം മറ്റൊരു കേസന്വേഷണത്തിൽ ആ ചെക്കൻ പറയുക, ഒരു ചെക്കനെ ഞങ്ങൾ സരോവരം പാർക്കിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. പോലീസ് പോയി JCB എടുത്ത് മാന്തി നോക്കിയപ്പോൾ കണ്ടത് 1.5 കൊല്ലമായി പോലീസ് അന്വേഷിക്കുന്ന, 1.5 കൊല്ലമായി അമ്മ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ എല്ല് മുട്ടിയായിരുന്നു.
ഇങ്ങനൊരു കൂട്ടുകാരന് മറ്റുള്ളവനെ കൊല്ലാൻ പറ്റുമോ? നമ്മൾ മറ്റേ കള്ളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കള്ളുകുടിയും സിഗരറ്റ് വലിയും ഇന്നത്തെ കാലത്ത് സാർവത്രികമായി ചിണ്ടിയെങ്കിലും ഈ കള്ളു കുടിക്കുന്നതിനൊന്നും നമുക്ക് എതിര് പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ അറിയോ, എൻ്റെ വിഷയം എന്താ അറിയോ, ഇത് കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതൊന്നും ഒരാളെ പ്രശ്നമല്ല എന്നാണ് എൻ്റെ വിഷയം. ഈ കള്ളു കുടിച്ച് റോഡിൽ കിടക്കുന്ന മനുഷ്യന്മാർ ആ സൈഡിൽ, അയാളെ സൈഡിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ റോഡിൽ ഇങ്ങനെ ഈ കള്ളു കുടിച്ചിരിക്കുന്നതും സിഗരറ്റ് വലിച്ച് മരിക്കുന്നതൊന്നും ആ മനുഷ്യൻ്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ ഉറപ്പിച്ചോ, ആ മനുഷ്യന് ആ വീട്ടിൽ സമാധാനമില്ലാത്തപ്പോഴാണ് അദ്ദേഹം ലഹരിയിലേക്കും പ്രണയത്തിലേക്കും എല്ലാം മാറിയിട്ടുണ്ടാവുക. അത് ചികിത്സയിലൂടെ ഭേദമാക്കാൻ പറ്റും. സിഗരറ്റ് വലിയും കള്ളുകൂടിയൊക്കെ മാറ്റാൻ പറ്റും. കൃത്യമായൊരു 3 മാസത്തെ ചികിത്സയിലൂടെ മാറ്റാൻ പറ്റുന്ന സാധനമായത്. പക്ഷേ ഈ രാസലഹരി ഒരു കാരണവശാലും അതിൻ്റെ രൂപം തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് 6 വയസ്സുള്ള ഓൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ടാണല്ലോ ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത്, ഒരു ആ പേരാമ്പ്ര, നേരത്തെ പറഞ്ഞ പോലെ പേരാമ്പ്രയുള്ള ഒരു BRC ഉള്ള, അത് ആരെ പഠിപ്പിക്കുന്ന ടീച്ചറാ? അത് മെൻ്റലി ഡിസബിൾ ആയിട്ടുള്ള മനുഷ്യജന്മത്തെ, ഏറ്റവും മനുഷ്യത്വമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റൂ. അവരെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ ടീച്ചറെ കുറിച്ച് വല്ലതും അറിയോ? ടീച്ചർ ഒരു 5-8 മാസം മുമ്പേ റോഡ് മേൽ വീണപ്പോൾ നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ആ ടീച്ചറെ ചികിത്സിച്ചത്. ആ ടീച്ചറാണ് കഴിഞ്ഞ മാസം ഏറ്റവും ആരും കാണാത്ത, പ്രദേശത്ത് കാണാത്ത ഏറ്റവും വലിയ വാഹനം വാങ്ങിയത്. ആ പിരിവ് കൊടുത്തവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പം അപ്പോഴേയും ജനങ്ങൾക്ക് സംശയമുണ്ട്, ഈ ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു മാസം കൊണ്ട് ഇങ്ങനെ പൈസക്കാരിയായതെന്ന്. അത്രയേറെ അപ്പം പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് കാണുമ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം എന്താ അറിയോ, ആ വശം മാത്രമേ നിങ്ങൾ പഠിക്കണ്ടൂ. ഇത് ഇന്ന് തൊട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇതുണ്ടോ നിങ്ങൾ നോക്കണം. അമ്മ, ആ കുട്ടി അറിയാതെ, ഞാൻ വടകര ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഈ ലഹരിയെക്കുറിച്ച് പേടി എന്താ അറിയോ, ഇവരൊക്കെ ഇതിൽ ബലിയാടാവുകയാണെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ എന്താ അറിയോ, ഞാൻ ഇങ്ങനെ റോഡ് മേലിൽ നിൽക്കുമ്പോൾ ഒരു 6ാം ക്ലാസ്സിലെ പെൺകുട്ടി സ്കൂൾ വിട്ടിട്ട് ഓടി നമ്മളെ മുന്നിൽ കൂടി അങ്ങ് പോയപ്പോൾ കുട്ടീൻ്റെ ബാഗ് തുറന്നൊരു പൊതി ആ ബാഗിൽ നിന്ന് താഴെ വീണ്. ഞാനത് എടുത്ത് കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടീൻ്റെ കൈ തട്ടി ആ പൊതി വീണ്ടും താഴെ വീണുപോയി. ആ പൊതിയിൽ നിന്ന് താഴേക്ക് വീണ സാധനം കണ്ട് ഞെട്ടിയത് കുട്ടിയല്ല, നമ്മളാണ്. 1.25 കിലോ കഞ്ചാവാണ് ഈ 6ാം ക്ലാസ്സുകാരുടെ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. അമ്മേനെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ മറുപടി എന്നാൽ, എൻ്റെ ഭർത്താവിന് ഗൾഫിൽ 1.25 ലക്ഷം റുപ്യ ശമ്പളമുണ്ട് പോലീസേ, എൻ്റെ മോളിൽ കഞ്ചാവ് വെക്കേണ്ട എന്താ ഗതികേട്, നിങ്ങൾ കള്ളന്മാരാണ് പണ്ടേ, പോലീസ് പണ്ടേ ഇങ്ങനത്തെ ടീമാണ്. പക്ഷെ ആ ചെറിയ 6ാം ക്ലാസ്സിലെ മോൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ അങ്കിള് ശരിയാണ്, എൻ്റെ ഏട്ടൻ, എൻ്റെ ക്ലാസ്സിൻ്റെ അപ്പുറത്തുള്ള, സ്കൂളിൻ്റെ അപ്പുറത്തുള്ള ഏട്ടൻ കഴിഞ്ഞ കുറേ ദിവസമായി ഈ ബാഗിൽ ഈ സാധനം വെക്കുന്നു. എന്നിട്ട് എനിക്ക് എന്ത് തരുമെന്ന് വെച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഒരു സിൽക്കി ബാർ മുട്ടായി തരും. അപ്പോൾ പോലീസിൻ്റെ മുന്നിലൂടെ ഈ സാധനം കടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും നല്ല മാർഗ്ഗത കുട്ടിയുടെ ശരീരമാണ്, കുട്ടിയുടെ ബാഗാണെന്ന് ബോധമുള്ള ലഹരി മാഫിയയും എൻ്റെ മക്കളുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല, എൻ്റെ മക്കൾ അങ്ങനെ നശിക്കില്ല എന്ന് വിചാരിക്കുന്ന അമ്മമാരുമുള്ള ലോകത്ത് ഇവിടെ ആരാ വിജയിക്കുക? ശരിക്കും അമ്മ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? മോളെ ഇത് തെറ്റാണ്, പോലീസ് ഇത് പിടിച്ചത് കൊണ്ട് നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടി ലഹരിക്കെതിരെ പോരാടുമായിരുന്നില്ലേ? ഈ ചെറിയ കുട്ടിയുടെ മുമ്പിൽ നിന്ന് പോലീസ് കള്ളനാണ്, അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ എൻ്റെ അമ്മ പൊട്ടത്തിയാണെന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എൻ്റെ മോള് പെടുമ്പോൾ പവിത്രവൽക്കരിക്കപ്പെടുകയും മറ്റുള്ളവൻ്റെ മക്കൾ പെടുമ്പോൾ അത് ശാപമായി കാണുകയും ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടത്. ആരുടെ വീട്ടിലേക്കും ഇത് കടന്നു വരുമെന്നുള്ള ബേജാറ്, ടെൻഷൻ നമുക്കുണ്ടാകുമ്പോഴാണ് ഈ പോരാട്ടത്തിന് വീറും വാശിയും ഒരു ശക്തിയൊക്കെ ഉണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ?